മക്കളെ, ഓണപരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന 15 1 മാർക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോണ്. ശ്രദ്ധിച്ചിരുന്നു, 10 മിനിറ്റേ വേണ്ടൂ 15 മാർക്ക് കിട്ടാൻ. ഉറപ്പായും 100% ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് സൊല്യൂഷന് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അത്തരം സൊല്യൂഷനുകളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. രണ്ടുപേർക്ക് സെയിം ഓസ്മോട്ടിക് പ്രഷറാ, രണ്ട് സൊല്യൂഷന് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അത്തരം സൊല്യൂഷനാ നമ്മൾ എന്ത് വിളിക്കും? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്നാ വിളിക്കുക. ഐസോട്ടോണിക് സൊല്യൂഷൻ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്താണെന്നാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഒരു സെക്കൻഡറി സെല്ലാണെന്ന് എല്ലാവർക്കും അറിയണം. റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരെന്താണ്? സെക്കൻഡറി സെല്ലുകൾ എന്നാ വിളിക്കുക. അപ്പൊ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഒരു സെക്കൻഡറി സെൽ ആണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ വിത്ത് 38% ബൈ മാസ്. കുറച്ചാ കൂട്ടിയായിരിക്കും, അങ്ങോട്ട് കൂട്ടിയായിരിക്കും കുറച്ച്. 38% ബൈ മാസ് സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ആണ് സൾഫ്യൂരിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. പൊട്ടാഷ്യം ഡൈക്രോമേറ്റിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. K2Cr2O7 ആണ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. പൊട്ടാഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ 1 ആണെന്നറിയാം, ക്രോമിയത്തിൻ്റെത് X ആണെന്നറിയാം, ഓക്സിജൻ്റെത് -2 ആണെന്നറിയാം. സോ 2 × 1 2 × 1 പ്ലസ് 2 × X പ്ലസ് 7 × -2 ടോട്ടൽ ചാർജ് 0. ടോട്ടൽ ചാർജ് ഈക്വൽ 0. 2 പ്ലസ് ഇവിടെ 7 × 2x പ്ലസ് -14 ഈക്വൽ 0. സോ 2x ഈക്വൽ ടു 12 ആണെന്നറിയാം, x ഈക്വൽ ടു 12/2 ദാറ്റ്സ് ഈക്വൽ 6. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, the molecularity of the reaction 2NO plus O2. 2NO plus O2 gives 2NO2 ആണ്. molecularity എന്ന് പറഞ്ഞാൽ number of molecules undergo simultaneous collision. നമ്പർ ഓഫ് മോളിക്യൂൾ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്താ ഇത് 2 മോൾസ് ഉണ്ട്, ഇവിടെ 1 മോൾസ് ഉണ്ട്. സോ മോളിക്കുലാരിറ്റി, ഈ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി എന്ന് വെച്ചാൽ 2 + 1 ദാറ്റ്സ് ഈക്വൽ ടു 3 ആണെന്ന് അറിയാം. ഓക്കെ, സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ഹാവിങ് സിമിലർ പ്രോപ്പർട്ടീസ്. ഇവർക്ക് രണ്ടുപേർക്കും സിമിലർ പ്രോപ്പർട്ടീസ് ആണെന്ന്. എന്തുകൊണ്ടാണ് ഇവർക്ക് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് വെച്ച് ലാന്തനൈഡ് കോൺട്രാക്ഷൻ ആണ് കാരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ മോൾ ഫ്രാക്ഷൻ. എന്താണ് മോൾ ഫ്രാക്ഷൻ? ഒരു സൊല്യൂഷനിൽ 2 കമ്പോണന്റ് ആണ് A and B. എയുടെ നമ്പർ ഓഫ് മോൾസ് Na ആണെന്ന് കരുതുക, ബിയുടെ നമ്പർ ഓഫ് മോൾസ് Nb ആണെന്ന് കരുതുക. മോൾ ഫ്രാക്ഷൻ ഓഫ് A Chi A is equal to Na/Na plus Nb. മോൾ ഫ്രാക്ഷൻ ഓഫ് B Chi B എന്ന് പറഞ്ഞാൽ Nb/Na plus Nb. യെസ്, ഒരു കമ്പോണന്റ് നമ്പർ ഓഫ് മോൾസും ഒരു കമ്പോണന്റ് നമ്പർ ഓഫ് മോൾസും ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് മോൾ ഫ്രാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 മാർക്ക്. യെസ്, എത്തിലീൻ ഗ്ലൈക്കോൾ ഈസ് ആഡഡ് ടു റേഡിയേറ്റർ ഇൻ ഓട്ടോമൊബൈൽസ്. ഗീവ് റീസൺ. എന്തുകൊണ്ടാണ് എത്തിലീൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുന്നതെന്നാ? എന്തുകൊണ്ട് എത്തിലീൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുക? എത്തിലീൻ ഗ്ലൈക്കോൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണടാ. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്. ഒരു ഹിൽ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ആന്റി ഫ്രീസിങ് ഏജന്റ് ആണ് എത്തിലീൻ ഗ്ലൈക്കോൾ. ഫ്രീസ് ചെയ്യുന്നത് 0°C ചിലപ്പോൾ അതിനുള്ളിലെ വാട്ടർ ഫ്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് എത്തിലീൻ ഗ്ലൈക്കോൾ ആഡ് ചെയ്താൽ ഫ്രീസിംഗ് പോയിന്റ് കുറയ്ക്കും. ആന്റി ഫ്രീസിംഗ് ഏജന്റ് ആയിട്ടാണ് എത്തിലീൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുന്നത്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് കോളറാഷ്യസ് ലോ. സിമ്പിൾ ആണ്. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്കൽ ഓർ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ്. അസറ്റിക് ആസിഡിന്റെ 0 കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി of an electrolyte at 0 concentration or infinite dilution is the sum of molar ionic conductivity of anions. Sum of molar ionic conductivity of anions and cations. ഒന്നുമില്ലടാ, AB മക്കൾ നോക്കി, 0 കോൺസെൻട്രേഷൻ ABയുടെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ A+ന്റെ കണ്ടക്ടിവിറ്റി പ്ലസ് B- കണ്ടക്ടിവിറ്റി ആണ്. Molar conductivity of an electrolyte at 0 concentration is the sum of molar ionic conductivity of cations and anions. Next question like പോവാം. What is osmotic pressure? Osmosis prevent ചെയ്യാൻ ലിക്വിഡ് സർഫസിൽ അപ്ലൈ ചെയ്യേണ്ട മിനിമം പ്രഷർ വിളിക്കുന്ന പേരാണ് osmotic pressure. The minimum pressure that applied on the liquid surface to prevent osmosis. ഓസ്മോസിസ് എന്നുള്ള ഫിനോമിനൻ പ്രിവെന്റ് ചെയ്യാൻ ലിക്വിഡ് സർഫസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ വിളിക്കുന്ന പേരെന്താ? ഓസ്മോട്ടിക് പ്രഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, can you store copper sulfate solution in zinc pot?
സിങ്ക് കണ്ടെയ്നറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കീപ്പ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ആലോചിച്ചാൽ മതി. ചാപ്പ എന്ന് ആലോചിച്ചാൽ മതി. ചാപ്പ 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 എന്ന് ആലോചിക്കുക. ചാപ്പ ചാപ്പ എന്നാണ് കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. ഗോൾഡ് ക്ലിയർ അല്ലേ? അതായത് കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് ഇവരൊക്കെ ഹൈഡ്രജനേക്കാൾ ലെസ് റിയാക്റ്റീവ് ആണ്. ഹൈഡ്രജനേക്കാൾ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് കോപ്പറും, മെർക്കുറിയും, സിൽവറും, പ്ലാറ്റിനം, ഗോൾഡും. ക്ലിയർ അല്ലേ? ഇതിലുള്ള ഏത് മെറ്റലും ഇപ്പൊ നിങ്ങൾ കോപ്പർ സൾഫേറ്റിനെ സിങ്ക് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ എന്താ സംഭവിക്കുക? പ്രശ്നമാണ്. സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. സോ കോപ്പർ സൾഫേറ്റിന സിങ്ക് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ ഇവിടെ കോപ്പറിന്റെ സ്ഥാനത്ത് 6 മാറി സിങ്ക് വരും. ZnSO4 പ്ലസ് H2 ആയതാ. ZnSO4 ആയി മാറി. ഇവിടെ സിങ്ക് മാറി പ്ലസ് കോപ്പർ ആയി മാറി. കോപ്പർ സൾഫേറ്റ് ഒരിക്കലും സിങ്ക് കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. സോ സിങ്ക് can replace copper from copper sulfate. Yes, next question. Define Faraday's first law. Simple ആയിട്ട് പറഞ്ഞാൽ മതി. M proportional to Q. Mass of the substance is directly proportional to quantity of electricity ആണെങ്കിൽ M is equal to ZQ എന്നതാ. Z is a proportionality constant known as electrochemical equivalent. Z നെ വിളിക്കുന്ന പേരെന്താ? Electrochemical equivalent. ഇതാണ് Faraday's first law. M is equal to ZQ. M is equal to ZQ. Z is known as electrochemical equivalent. Yes. അടുത്ത question. What is the role of catalyst in a chemical reaction? Catalysts are the chemical substance. Catalyst ഒരു chemical substance ആണ് which alter the rate of different reaction without undergoing any change. Clear അല്ലേ? കാറ്റലിസ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യുക? ചേഞ്ച് ആവില്ല. കാറ്റലിസ്റ്റ് ആൾട്ടർ ദ റിയാക്ഷൻ. അതിന് റിയാക്ഷന്റെ വേഗത കൂട്ടാനും പറ്റും, വേഗത കുറയ്ക്കാനും പറ്റും. നിങ്ങൾ സാറേ വേഗത കൂട്ടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കുറയ്ക്കുന്നത് കണ്ടിട്ടില്ല. കൂട്ടാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്ന റിയാക്ഷൻ ഹേബർ പ്രോസസ്. അതിൽ വെൽ പൗഡേർഡ് അയൺ ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ കുറയ്ക്കാൻ ഉപയോഗിക്കും. ക്ലോറോഫോമിന്റെ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അതിന് എത്തനോൾ ചേർക്കാറുണ്ട്. അത് നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. വേഗത കുറയ്ക്കുകയും ചെയ്യും, കൂട്ടുകയും ചെയ്യും. which will not undergo any chemical or physical. Yes, next is what is meant by order of reaction? Order of reaction is sum of power of concentration term in rate law expression. Sum of power of suppose a reaction, നമ്മൾ റിയാക്ഷൻ ആണ് A moles of A യും B moles of B യും റിയാക്ട് ചെയ്ത് Z moles of C ഉണ്ടാവുന്ന റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ rate of reaction is equal to K into A raised to X into B raised to Y ആണ്. B raised to Y where X and Y are experimentally determined ആണ്. X and Y experimentally determined ആണ്. X plus Y is known as order of reaction. Sum of power of concentration term in rate law expression വിളിക്കുന്ന പേരാണെന്ത്? order of reaction. Yes. Calculate the magnetic moment of scandium ആണ്. Scandium atom number 21 ആണ്. 21 എഴുതുക. Yes. ഇതിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 4s2 3d1 ആണ്. Yes. Magnetic moment calculated in equation mu ആണ്. Mu is equal to root of n into n plus 2 എന്ന equation ഉപയോഗിക്കുക. Where n is the number of unpaired electron ആണ്. Here only one unpaired electron. So 1 into 1 plus 2 ആണ്. That is root 3. Ready അല്ലേ? Yes. ഇത്രയും ബോർ മാഗ്നറ്റോൺ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എല്ലാ കാര്യം 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചാനൽ വന്നുകൊണ്ടിരിക്കും. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അപ്പൊ ബൈ.